ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും. ഇസ്രായേൽ ചരിത്രം 236 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ പ്രവാചകന്മാരെ പറ്റിയാണ് നാം പഠിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നഹൂം എന്ന പ്രവാചകനാണ്. BC 663 മുതൽ 654 വരെയും 11 വർഷം പ്രവചിച്ച കൂട്ടത്തിലെ നിനവയെ പറ്റിയും കൂടെയുള്ള പ്രവചനം ഇതിനകത്തെ പരാമർശിച്ചിട്ടുണ്ട്. നഹൂം എന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ആശ്വാസം. നോഹ നിനവയെ പോയി പ്രസംഗിച്ചു. അവരൊക്കെ മാനസാന്തരപ്പെട്ടു. ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയിൽ നിന്നും മാറി. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം 106 വർഷമായപ്പോൾ നിനവ ലോകത്തിലെ ഏറ്റവും വലിയ പാപത്തിന്റെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇനി നിനവെ രക്ഷിക്കുവാനായിട്ടൊന്നും ദൈവത്തിന് പദ്ധതി ഇട്ടില്ല. നഹൂം എന്ന പ്രവാചകനെ കൊണ്ട് നിനവയിലേക്ക് വരുന്ന ന്യായവിധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിക്കുമ്പോൾ അവിടെ ഇല്ലാത്തതൊന്നുമില്ല. മദ്യപാനം മുതല്, വിഗ്രഹാരാധന മുതല്, എന്തെല്ലാം മനുഷ്യന് ചെയ്യാമോ ആ പാപമെല്ലാം അവർ ചെയ്ത് അതിൽ ലയിച്ച് അതിൽ ആശ്വാസം കണ്ട് ഇനി ദൈവത്തെ വേണ്ട എന്നുള്ള ചിന്ത വന്നു. ദൈവത്തെ വേണ്ട എങ്കിൽ ദൈവത്തിന് വേണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ദൈവത്തിന് കുറച്ച് ആൾക്കാരെ കൂട്ടാൻ ദൈവത്തിന്റെ പദ്ധതിയില്ല. ഇതിന്റെ പഠനത്തോടുള്ള ബന്ധത്തില് 34 പുസ്തകമാണ് നഹൂമിന്റെ പുസ്തകം. ഇതിനകത്ത് ഒരു വാഗ്ദാനവും ഇല്ലെന്ന് എന്ന് പറഞ്ഞ വാഗ്ദാനം നന്മയല്ലേ? നന്മ എന്ന് പറഞ്ഞ ഒരു കാര്യവുമില്ല. ഇതിനകത്ത് ഏറ്റവും അധികം മുന്നറിയിപ്പുകളാണ്. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി മുന്നറിയിപ്പ്. അത് 72 പ്രാവശ്യം പ്രധാന മുന്നറിയിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കോ, വരാൻ പോകുന്ന സംഭവം. രക്ഷ എന്ന് പറഞ്ഞതില്ല. ദൈവം ക്ഷമയുള്ളവനാണെങ്കിലും ദീർഘക്ഷമ എന്ന് പറഞ്ഞ പദ്ധതി ദൈവത്തിനില്ല എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇതിനകത്ത് പല ചോദ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനമായ 4 ചോദ്യങ്ങൾ മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു. അവന്റെ ക്രോധത്തിനു മുമ്പിൽ ആർ നിൽക്കും? ഇത് നിനവേക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യം മാത്രമല്ല, മാനവകുലത്തിന്റെ ചോദ്യമാണ്. അവന്റെ ക്രോധത്തിന് മുമ്പിൽ ഒരുവനും നിൽക്കാൻ പറ്റുകയില്ല എന്നും കൂടെ ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും? നേരെ നിൽക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ, ഉഗ്രകോപത്തിന് മുമ്പിൽ ഇവിടെ ചോദിക്കുന്ന ആർക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കും? മൂന്നാമത്തെ പ്രധാനമായ ചോദ്യം 9-ാമത്തെ വാക്ക് 1:9. ഞാൻ മുമ്പേ 9:6 വായിച്ചത്. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ ഇവർ മുഴുവൻ ദൈവത്തിന് വിരോധമായിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ദൈവത്തിന് വിരോധമായിട്ട് മാത്രം ചിന്തിക്കുന്നു. ഈ 4-ാമത്തെ ചോദ്യം അവസാന വാക്യമാണ്. 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നിന്റെ മുറിവുകൾ വിഷമാകുന്നു, നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെ കുറിച്ച് കൈകൊട്ടും. ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടപെടാതെ കവിഞ്ഞു വരുന്നത്? അവസാനത്തെ ചോദ്യമാണ്. അടുത്ത നഹൂം പ്രവാചകൻ പറയുന്നത് നിങ്ങളെ രക്ഷിക്കുന്നില്ല, നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് താല്പര്യമില്ല, ഇപ്പൊ എനിക്ക് എന്താ? അതുകൊണ്ട് ഒന്നാമത് പറയുന്നത്
നിനവയുടെ നാശം പ്രഖ്യാപിക്കപ്പെടുന്നു. യഹോവ വിളിച്ചു പറയുന്നു, നിനവേ, പാപത്തിനു പരിഹാരമില്ല. നിന്റെ പാപം അത്ര ഭയങ്കരമായിരിക്കുന്നു. അത് പ്രഖ്യാപിക്കപ്പെടുന്നു. രണ്ടാമത്തേത് നിനവയുടെ നാശത്തിന്റെ വിശദീകരണമാണ്. രണ്ടാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. നിനവേ, നിന്റെ ദൈവത്തെ വരാൻ പോകുന്ന നാശത്തിന്റെ വിശദീകരണം. മൂന്നാമത് ദൈവം വിളിച്ചു പറയുന്നു. ദൈവം പറയുന്നു പറഞ്ഞാൽ യഹോവ വിളിച്ചു പറയുന്നത്, നിനവെ നശിപ്പിക്കും. നശിപ്പിക്കാൻ കാരണമുണ്ട്. രണ്ടാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോഴാണ് നിനവെ നശിപ്പിക്കുന്നത്. 4-ാമത്തെ പറയുന്നത് നിനവയുടെ നാശം അർഹിക്കുന്നതാണ്. അത് ആവശ്യമാണ് അവർക്ക്. നിനവയുടെ നാശം അവർ അർഹിക്കുന്നതാണ്. അതിന് 3-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കണം. ഇനി 5-ാമത്തേത് നിനവയുടെ നാശം ഇനിയും മാറിപ്പോവുകയില്ല. എന്ത് സങ്കടമാണ്. കാരണം എന്താ? ദൈവം ഉപേക്ഷിച്ചെന്ന്. ഒരു പരിധിവരെ ദൈവം തമ്പുരാൻ നോക്കുമെന്ന്. എന്നാൽ അത് കഴിഞ്ഞാൽ ദൈവം കൈവിടുമെന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളാകാം, ദൈവമക്കളാകാം, കാഹളം കേൾക്കുന്നവരൊക്കെ ആകാം. പക്ഷെ ഒരു കാര്യം, നാമും ദൈവവുമായിട്ട് അടുപ്പം പോലിരിക്കും ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ. ദൈവത്തെ അധികം അറിഞ്ഞവർ അകന്നു പോയാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മടക്കി കൊണ്ടുവരുവാൻ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ക്ലാസ് ആണെങ്കിലും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എപ്പോൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ദൈവവചനം. അടുത്തൊരു സന്ദേശം പറയുന്നത്, ദൈവത്തെ മറക്കുന്ന രാജ്യങ്ങൾ, ജാതികൾ അധികമായിട്ടില്ല. അത് കറക്റ്റാ. ദൈവത്തെ മറക്കുന്ന രാജ്യമേ, ദൈവത്തെ മറക്കുന്ന ഏത് വിഭാഗമായിരുന്നാലും അധികം ആയുസ് ഉണ്ടായില്ല. സംഘടനയായിരുന്നാലും എന്തായിരുന്നാലും ദൈവത്തിനുവിധവുമായി കൂട്ടം കൂടുന്ന സംഘടനകൾക്ക് ആയുസ് ഉണ്ടായാൽ ദൈവം അതിനെ നശിപ്പിക്കും. നഹൂം പ്രവചനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു, നിന്റെ കേടിന് ഒരു ശാന്തിയില്ല, ഒരു ശാന്തിയില്ലെന്ന്. നിന്റെ മുറിവ് വിഷമമാകുന്നു. നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെ കുറിച്ച് കൈകൊട്ടും. ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞു വരാതിരിക്കുന്നത്? നിന്റെ മേൽ കവിഞ്ഞു വരും. നിന്റെ ദുഷ്ടത നിന്റെ മേൽ കവിഞ്ഞു വരും. ദൈവം ആ ജനത്തെ എന്നേക്കുമായി തള്ളി. ജനത്തെ മാത്രമല്ല, ദൈവം സൗജന്യമായി കൊടുത്തായ ആ സ്ഥലവും കൂടെ ദൈവം എന്നേക്കുമായിട്ട് വീക്ഷിച്ചു. ഇത് ലോക ചരിത്രത്തിൽ നിലവയില്ല. കടലിന്റെ ആഴത്തിൽ അത് താണുപോയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങൾ അവിശ്വാസികളായിരിക്കാം. ദൈവം എന്തായിരുന്നാലും ഒരുപാട് ആളുകൾ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ അറിഞ്ഞാൽ സ്വർഗമാണ്. വീട് കുടിലാന്ന് വിചാരിച്ചോട്ടെ, ഒന്നുമില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടോ ആ സ്വർഗമായിരിക്കും. എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ദൈവമില്ലെങ്കിൽ അത് നരകമായിരിക്കുന്ന കാര്യം കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുങ്ങുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഭാരതത്തിൽ വലിയ ഗുണമുണ്ടാകും. നിങ്ങളും അംഗങ്ങളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.